ആണവ ചർച്ചയില്ല, പരിശോധനയുമില്ല. ഇറാൻ നിലപാട് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് രണ്ടാം ഘട്ടം എന്ന നിലക്ക് അമേരിക്കയുടെ ദൂതർ മുഖാന്തരം ഇറാനുമായി ആണവ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു വേദി ഒരുക്കണമെന്നും അല്ലെങ്കിൽ അവസരം ഒരുക്കണമെന്നും ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കണിശമായിരിക്കുന്ന നിലപാടുള്ളവരാണ് എല്ലാ കാലത്തും. ആ നിലപാട് ഉറക്കെ പറയുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാനും തയ്യാറാവുന്ന രാഷ്ട്രം എന്ന നിലക്ക് അവർ ഈ നിലപാട് കൃത്യമായ രീതിയിൽ തള്ളുകയും തങ്ങളുടെ നിലപാട് പറയുകയും ചെയ്തു. ആണവ ചർച്ചയോ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താനുള്ള അവസരമോ തങ്ങൾ ഒരു രാജ്യത്തിനും ഒരു സംവിധാനത്തിനും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളതും, തങ്ങളുടെ രാജ്യം പരമാധികാര റിപ്പബ്ലിക്കാണ്, അതിന്റെ നിയമങ്ങളും സംവിധാനങ്ങളും കൃത്യവും വ്യക്തവുമാണ് എന്ന് ലോകോത്തർക്ക് അറിയാവുന്ന കാര്യമാണ്. ആയതിനാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി തങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഇറാൻ കൂട്ടിച്ചേർത്തു. അതാണ് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചത്, അതാണ് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയത്. ആ കാര്യം ഇങ്ങനെയാണ്: അങ്ങനെ നിർബന്ധമായ രീതിയിൽ ആണവ പരിശോധന നടത്തണമെന്ന് UN സഭയോ അമേരിക്കയോ ആവശ്യപ്പെടുകയോ അവർക്ക് അങ്ങനെ താല്പര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഇസ്രായേലിലേക്കാണ്. അവിടെ പരിശോധന നടത്തട്ടെ, അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, അതിനുശേഷം ആവാം ഞങ്ങളുടെ ഭൂമിയിലേക്കുള്ള കടന്നു കയറ്റം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി ഇത് കൈവിട്ടു പോയിരിക്കുന്നു, ഇതൊന്നും ഒതുങ്ങിക്കിട്ടുന്ന കേസല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബൈഡൻ അധികാരത്തിൽ ഇറങ്ങുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഈ രണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. മധ്യസ്ഥ ശ്രമത്തിന് പല ഘട്ടങ്ങളിലും ഖത്തറിനെ നിർബന്ധിച്ചതും അമേരിക്ക തന്നെയാണ്. തങ്ങൾക്ക് ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഞെട്ടലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അവരില്ലാതാകുന്നതും അവർ സൈനികപരമായി ബലക്ഷയമുണ്ടാകുന്നതും അമേരിക്ക സാരമായിട്ട് തന്നെ ബാധിക്കും. അത് ലോക വ്യാപാരത്തെയും തങ്ങളുടെ ഡോളറിന്റെ മൂല്യത്തെയും പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും. സാമ്പത്തിക, സൈനിക, ആയുധ ബന്ധങ്ങളെല്ലാം അതിന്റെ കൂടെ പരാമർശിക്കപ്പെട്ടതാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. ഒന്നാം ഘട്ട വെടിനിർത്തൽ ബൈഡന്റെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ബൈഡന്റെ സ്വപ്നങ്ങൾ പൂവണിയാതെ തന്നെയാണ് പടിയിറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ മേഖലയിൽ ബൈഡൻ കൈവച്ച മേഖല മുഴുവൻ അയാൾക്ക് സാധിക്കാത്തത് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ലോകോത്തർക്ക് കാണിച്ചു കൊടുക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ജനുവരി 20 തന്നെ ഏകദേശം 20ഓളം കരാറിൽ ഒപ്പിടപ്പെടുകയും ചെയ്തു. അതിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഉക്രൈൻ റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പറയുന്ന കരാർ പത്രങ്ങളും അതിലുണ്ട്. പിന്നെ ഇറക്കുമതി കയറ്റുമതിയായി ബന്ധപ്പെട്ട് ചുങ്കം ചുമത്തുന്നത് അത് റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും ഒക്കെ പേര് പരാമർശിച്ചുകൊണ്ട് കുറെ കരാറുകളൊക്കെ വന്നിട്ടുണ്ട്. ചിലത് മാത്രമേ ഇപ്പോഴും പബ്ലിക്കായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. ചിലത് ആന്തരികമായ രീതിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ചിലത് അങ്ങനെയൊക്കെ നടപടി എടുക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. വിഷയം എന്ന് പറയുന്നത് ഉക്രൈൻ വിഷയം തീർക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ട്രംപ് പറഞ്ഞതാണ് എന്നതിനാൽ അത് ലോകം ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ വല്ലാത്ത പൈ കേൾക്കുകയും ചെയ്തു. കാര്യം 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ടും ആ യുദ്ധം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷികളിൽ തന്നെ വലിയ എതിർപ്പുണ്ടായി. അത് റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു, ഈ ഡെമോക്രാറ്റിക് പാർട്ടി അത് വേറെയും പറഞ്ഞു. അങ്ങനെ ഒരു പ്രതിസന്ധി രാഷ്ട്രീയമായ രീതിയിൽ അവിടെ തന്നെ ഉണ്ടായി. ജനകീയപരമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിലൊക്കെ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് അമേരിക്കയിൽ സ്ഥിരം പതിവാകുകയും ചെയ്തു. ഇതിനെന്താണ് പോംവഴി എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചത്. അതായത് ഉക്രൈനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ട്രംപിന്റെ ലക്ഷ്യമല്ല. റഷ്യ അവിടെ ജയിക്കാനും പാടില്ല. ഇത് രണ്ടും കൂടി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കളം മാറ്റി ചവിട്ടി റഷ്യയെ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ റഷ്യയുമായിട്ട് സഹകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്കക്കുണ്ടായി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.
കഴിഞ്ഞ ഒരു 5, 8 അല്ലെങ്കിൽ 10 പ്രസിഡന്റുമാർ അമേരിക്ക ഭരിച്ച സമയത്തൊന്നും റഷ്യയുമായി ഒരു സഹകരണാടിസ്ഥാനത്തിൽ ഒരു സഖ്യകക്ഷിയെ പോലെ അല്ലെങ്കിൽ സൗഹൃദമുള്ള രാജ്യത്തെ പോലെ അമേരിക്കൻ പ്രസിഡന്റുമാർ പെരുമാറിയിട്ടില്ല. ശത്രു രാജ്യത്തെ പോലെ തന്നെയാണ് കണ്ടത്. പല സമരങ്ങളും പല എതിർപ്പുകളും പല വിമർശങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയും റഷ്യയും ആരാണ് അധികാരമുള്ളവൻ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്ഥാനത്തിരിക്കണം എന്നുള്ള ഒരു മാനസിക യുദ്ധം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ പറയപ്പെടുന്നതാണ്. അപ്പൊ റഷ്യയുമായിട്ടുള്ള ചർച്ച ഏറെക്കുറെ സമ്പൂർണ്ണമാക്കാനും ലക്ഷ്യം കൈവരിക്കാനും വേണ്ടി സാധിച്ചു. അത് എന്തുകൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്തൊക്കെയാണോ നിർദ്ദേശങ്ങൾ അമേരിക്കയോട് വെച്ചത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് അത് അപ്പടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതും റഷ്യയുമായിട്ടുള്ള ഒരു സഹകരണമല്ലാതെ ഒരു യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമേരിക്ക പറഞ്ഞതോടുകൂടി പുടിനും വളരെ രീതിയിൽ അയഞ്ഞു. അങ്ങനെ ഈ മേഖല ശാന്തമാകുന്ന രീതിയിലേക്ക് ജിദ്ദയിൽ ഉച്ചകോടി നടത്തുന്നു. ഉച്ചകോടിയിലേക്ക് അമേരിക്കയുടെ പ്രതിനിധിയും റഷ്യയുടെ പ്രതിനിധി എത്തുന്നു. പിന്നീട് ഉക്രൈന്റെ പ്രതിനിധി എത്തുന്നു. ഏറെക്കുറെ ഒരു വട്ടമേശാ സമ്മേളനത്തിൽ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അവസാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതാണ് റഷ്യയുമായി അമേരിക്കയുടെ ബന്ധം എന്ന് പറയുന്നത്. രണ്ടാമത് പിന്നീട് നടന്നത് ഹമാസുമായിട്ടുള്ള ഈ ചർച്ചയാണ്. ഹമാസുമായി വളരെ രഹസ്യമായ രീതിയിൽ ചർച്ച നടത്താനാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക തീരുമാനിച്ചത്. പക്ഷേ അത് പബ്ലിക്കായി പോയി, ലീക്കായി, പത്രങ്ങളും മീഡിയയിലൊക്കെ അത് ആഘോഷിക്കപ്പെട്ടു. ഹമാസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഭീകരവാദ ലിസ്റ്റിൽപ്പെടുത്തിയ സംഘടനയാണ്. അവരുമായിട്ടൊരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. എന്നാൽ ഇസ്രായേലിന്റെ വിഷയങ്ങൾ ഇസ്രായേൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കണമെങ്കിൽ ഹമാസുമായിട്ട് ചർച്ച നടത്താതെ വേറൊരു പോംവഴിയുമില്ല എന്നുള്ളിടത്തേക്ക് യഥാർത്ഥ ട്രംപ് എത്തുകയാണ്. അപ്പോൾ അതിന് അമേരിക്കയിൽ നിന്ന് തന്നെ മറുപടി, ട്രംപിനോട് അനുകൂലമായിരിക്കുന്ന ആളുകൾ പറയുന്ന മറുപടി, പല ഘട്ടങ്ങളിലും ഹമാസിന്റെ ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമായതാണ് ഇസ്രായേൽ രാജ്യം അല്ലെങ്കിൽ ജൂത വിഭാഗം എന്ന് ഇസ്രായേൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ ഹമാസുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ പ്രതിനിധി തന്നെ തയ്യാറാകുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ചർച്ച നടത്തിയാൽ എന്താ കുഴപ്പം എന്നുള്ള മറു ചോദ്യമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അവരുമായിട്ട് ചർച്ച നടത്താമെങ്കിൽ ഞങ്ങൾക്ക് ചർച്ച നടത്തുന്നതിന് കുഴപ്പമില്ല. അതിന് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഇപ്പോഴത്തെ സിറിയയുടെ ഭരണം നടത്തുന്ന MBS എന്ന് പറയുന്ന വിഭാഗങ്ങൾ, MTS എന്ന് പറയുന്ന ആ സംഘടന ഭീകരവാദ ലിസ്റ്റിൽ അമേരിക്ക വർഷങ്ങൾക്ക് മുൻപേ പെടുത്തിയതാണ്. എന്നാൽ വിമതപക്ഷമായി നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ അധികാരത്തിലേറുന്നതോടനുബന്ധിച്ച് തങ്ങൾ ഇതിനു മുൻപ് ഭീകര വിഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആ വിഭാഗത്തെ ലിസ്റ്റിൽ നിന്ന് മാറ്റി അവർ ജനാധിപത്യ സമാധാനത്തിന് ശ്രമിക്കപ്പെടുന്ന നല്ല വിഭാഗമാക്കി മാറ്റാൻ ശ്രമം നടത്തും എന്ന് അമേരിക്ക പറയുകയും ചെയ്തു. അപ്പോൾ അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഭീകരവാദികളെ ലിസ്റ്റ് ഉണ്ടാക്കുക, ഭീകരവാദികൾ എന്ന് പറയപ്പെടുന്നവരെ മാറ്റത്തിരുത്തൽ ചെയ്യുക, ഇത് സാധാരണ രീതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. മറ്റൊരു ഉദാഹരണം കൂടി അതിന്റെ ഇടയിൽ വന്നു. അത് താലിബാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. താലിബാൻ ഭീകര ലിസ്റ്റിൽപ്പെട്ട ആദ്യത്തെ രാജ്യമായി സെപ്റ്റംബർ 11 അക്രമത്തോടനുബന്ധിച്ച് 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിൽ ആദ്യത്തെ രാജ്യത്തിന്റെ പേര് അഫ്ഗാനിസ്ഥാനാണ്. അന്ന് അത് അവിടെ ഭരിക്കുന്ന താലിബാനാണ്. ഈ താലിബാൻ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ആയുധ സൈനിക വിന്യാസങ്ങളൊക്കെ ഈ മേഖലയിൽ നടത്തുകയും ഭരണം അട്ടിമറിച്ചുകൊണ്ട് അമീർ കസായിയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പുതിയ സർക്കാരിനെ അമേരിക്ക പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 15 കൊല്ലത്തോളം നീണ്ടുപോയി. പിന്നീട് ഈ സർക്കാരിന്റെ തലപ്പത്തുള്ള ആൾ മാറി എന്നല്ലാതെ അമേരിക്കയുമായിട്ട് പിന്തുണക്കുന്ന ആളാണ് പിന്നീട് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരാളാണ് പിന്നീട് ഭരണത്തിൽ പ്രസിഡന്റായിട്ട് വന്നത്. ഇയാളുടെ ഭരണകാലത്താണ് ഇതേ താലിബാൻ ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രം പിടിച്ചെടുക്കുന്നത്. അതോടുകൂടി അമേരിക്ക വീണ്ടും വിഷയത്തിലായി, പ്രതിസന്ധിയിലായി. അതിന്റെ കാര്യം അവർ പറയുന്നത് അവിടെ 25,000-ഓളം അമേരിക്കൻ സൈനികർ ആ സമയത്തുണ്ടായിരുന്നു. അവരെ മോചിപ്പിക്കണമെങ്കിൽ ചർച്ച നടത്തേണ്ടത് ഇതേ ഭീകരവാദ ലിസ്റ്റിൽപ്പെട്ട താലിബാനുമായിട്ടാണ്. മറ്റൊരു പോംവഴിയില്ലാത്തത് കൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഖത്തറിന്റെ സഹായം നേടി. അങ്ങനെ ഖത്തറും താലിബാനും തമ്മിലാണ് പിന്നെ ചർച്ച നടത്തിയത്. അപ്പൊ ഇത്രയൊക്കെ വർത്തമാന കാലത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ഭീകരവാദികളാവും, അവർ പിന്നെ സമാധാനവാദികളാവും. സമാധാനവാദികളാണെങ്കിൽ അവർ പിന്നെ ഭീകരവാദികളാവും. ഈ സിറിയയുടെ പ്രസിഡന്റ് ബഷർ അസദുമായിട്ട് വലിയ ബന്ധമാണ് അമേരിക്കക്കുള്ളത്. റഷ്യയുമായിട്ടാണ് സഹകരിക്കുന്നതെങ്കിലും അമേരിക്കയുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തിക ഈ ഡെപ്പോസിറ്റുകളൊക്കെ അമേരിക്കയുടെ പല ബാങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഇതിന് മുമ്പ് തന്നെ ആരോപണം ഉണ്ടായിരുന്നു.
എന്നാൽ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വിമതപക്ഷം സിറിയയിൽ ആധിപത്യം പുലർത്താൻ വേണ്ടിയിട്ട് ആയുധങ്ങളുമായി രാജ്യത്തിന്റെ പല മേഖലകളിലൂടെയും പ്രവേശത്തോടുകൂടി സിറിയൻ പ്രസിഡന്റ് അസദിന് ഏകാധിപതിയെന്നും ആ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം വരികയാണെങ്കിൽ തങ്ങൾ അവരെ പിന്തുണക്കുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. അതുവരെ സൗഹൃദ രാജ്യമായിരുന്നു, ഭരണാധികാരികളുമായിട്ട് വലിയ ബന്ധമായിരുന്നു. സിറിയയുടെ പ്രസിഡന്റ് ഒരുപാട് പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട്, അമേരിക്കയുടെ ഭരണാധികാരി സിറിയ സന്ദർശിച്ചിട്ടുണ്ട്. അന്നൊന്നും കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് സാഹചര്യങ്ങൾ വന്ന സമയത്ത് അസദ് ഏകാധിപതിയായിരിക്കുന്ന ഭരണാധികാരിയാണ്, അത് അട്ടിമറിയേണ്ടതാണ് എന്നുള്ളിടത്തെ കാര്യങ്ങൾ എത്തിയെന്ന് മാത്രമല്ല, രക്ഷപ്പെട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ച സിറിയയുടെ പ്രസിഡന്റ് അസദ് തങ്ങളുടെ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കൂട്ടുനിന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്തത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നടിക്കുകയും ചെയ്തു. അപ്പൊ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം, ഇറാനിലേക്ക് ഇതിന്റെ ശാഖ വെച്ചുകൊണ്ട് ആണവ ചർച്ച വീണ്ടും നടത്താൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ താല്പര്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കും തിരിച്ചടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക വലിയ പ്രശ്നത്തിലായി. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭയപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുക എന്നുള്ള അമേരിക്കയുടെ നിലപാട് ഇറാനിൽ നടക്കുകയില്ല. ഞങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അതിർത്തിയുമായി ബന്ധപ്പെട്ടും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളുള്ള രാഷ്ട്രമാണ്. ഏറ്റുമുട്ടാനാണെങ്കിൽ യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. മുമ്പ് ചൈനയെ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സാമ്പത്തിക യുദ്ധമാണ് നടത്തുന്നെങ്കിൽ അതിന് തയ്യാർ, അതല്ല ആയുധ യുദ്ധമാണെങ്കിൽ അതിനും തയ്യാർ. അങ്ങനെ പഴയ രൂപത്തിൽ അമേരിക്കയെ ഭയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെടുന്ന രീതിയിൽ നിന്ന് ഇപ്പൊ രാഷ്ട്രങ്ങളൊക്കെ നിറം മാറിക്കൊണ്ട് അവരവരുടേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ആദ്യമായി തുടക്കം കുറിച്ചത് ഇറാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. റഷ്യ അങ്ങനെ പറഞ്ഞാൽ അതിന് വിഷയ കാര്യങ്ങളൊന്നുമില്ല. അത്രയും വലിയ സൈനിക ബലവും ശക്തിയും ആണവായുധവും, ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാഷ്ട്രം എന്ന നിലക്ക് അവർക്കത് പറയാം. ചൈന ഏറെക്കുറെ ലോകത്തിലെ 5 സൈനിക ശക്തികൾ ഒരു രാഷ്ട്രം ചൈനയാണ്, അവർക്കും പറയാം. ഫ്രാൻസോ ഇറ്റലിയോ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇറാൻ പറയുന്ന സമയത്ത് ഇറാൻ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിൽ ഇറാന്റെ പേരില്ല, 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആണ് വരുന്നത്. അങ്ങനത്തെ ഒരു രാഷ്ട്രം, പ്രത്യേകിച്ച് അതൊരു മുസ്ലിം രാജ്യം, വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുമായിട്ട് യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് ലോകത്തെ അമ്പരപ്പിച്ച കാര്യമാണ്, അമേരിക്കയെ ഞെട്ടിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ആണവ ചർച്ചയും പരിശോധനയും തങ്ങൾ അനുവദിക്കില്ലെന്ന് വീണ്ടും ഇറാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ പരിശോധന നടത്തി ആ ലിസ്റ്റ് പുറത്തുവിട്ടതിന് ശേഷം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞതോടുകൂടി അത് അമേരിക്കക്ക് വീണ്ടും വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുകയാണ്.